പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെട്ടു. ബി.ആർ. അംബേദ്കർക്കെതിരായ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വിജയ് ചക്കുൽ നിന്ന് പ്രകടനമായാണ് ഇന്ത്യ സഖ്യം എംപിമാർ ഇന്ന് പാർലമെന്റിലെത്തിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ എൻ.ഡി.എയും പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. ചേർന്ന് മിനിറ്റുകൾക്കകം ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. ബഹളത്തെ തുടർന്ന് നിർത്തിയ രാജ്യസഭയും പിന്നീട് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഇന്നലെ പാർലമെന്റ് വളപ്പിൽ നടന്ന സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ പാർലമെന്റ് വളപ്പിലും കവാടങ്ങളിലും പ്രതിഷേധം വിലക്കിക്കൊണ്ടുള്ള നിർദ്ദേശം ലോക്സഭാ സ്പീക്കർ പുറപ്പെടുവിച്ചിരുന്നു. രാവിലെ വിജയ് ചൌക്കിൽ സംഘടിച്ച് പ്രതിഷേധ പ്രകടനമായാണ് പ്രതിപക്ഷ എംപിമാർ സഭകളിലേക്ക് എത്തിയത്. ഇന്നലത്തേതുപോലെ മിക്കവരും നീല വസ്ത്രങ്ങളിൽ, കൈകളിൽ ഞാനും അംബേദ്കർ എന്നെഴുതിയ പ്ലക്കാർഡുകളും അംബേദ്കർ ചിത്രങ്ങളും. ജയ് ഭീം വിളികളോടെ ഇന്ത്യ സഖ്യം എംപിമാർ പാർലമെന്റിലേക്ക് പ്രവേശിച്ചു. ഇതേ സമയം തന്നെ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ എൻ.ഡി.എ എംപിമാരും പ്രതിഷേധിക്കാൻ അണിനിരന്നു. പാർലമെന്റിന്റെ മകര കവാടത്തിന് മുന്നിലേക്ക് ഇരു സംഘവും നീങ്ങി. ഇന്നലത്തെ സംഘർഷത്തിന്റെ അതേ സാഹചര്യം. കനത്ത സുരക്ഷയാണ് പാർലമെന്റ് കവാടത്തിൽ ഏർപ്പെടുത്തിയിരുന്നത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളോടെ തന്നെ സഭയിലേക്ക് പ്രവേശിച്ചു. വന്ദേ മാതരം കഴിഞ്ഞ് സഭാ നടപടികൾ തുടങ്ങും മുമ്പ് തന്നെ പ്രതിപക്ഷം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി. അംബേദ്കർ ചിത്രങ്ങൾ ഉയർത്തി ജയ് ഭീം മുഴക്കി. നടപടികൾ തുടരാനാകാത്ത സാഹചര്യത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ സഭ പിരിഞ്ഞു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭയും പിരിഞ്ഞു. പ്രതിപക്ഷം ഭരണഘടനയെയും പാർലമെന്റിനെയും അപമാനിക്കുകയാണെന്ന് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. कल जिस ढंग की हरकत की है वो केवल अशोभनीय अक्षम्य है. लोकतंत्र का गला घोंटना, लोकतंत्र का अपमान ये कांग्रेस के डीएनए में है. लेकिन लोकतंत्र का ये अपमान हिंदुस्तान की जनता कभी सहन नहीं करेगी. संसद का अपमान भी हिंदुस्तान की जनता सहन नहीं करेगी. जिन्होंने सदैव डॉक्टर बाबा साहब अम्बेडकर का अपमान किया है. അമിത്ഷാ മാപ്പ് പറയും വരെ പ്രതിഷേധം തുടരുമെന്നും അംബേദ്കറിനെതിരായ അപമാനം വെച്ചുപൊറിപ്പിക്കില്ലെന്നും പ്രിയങ്ക ഗാന്ധി. हमारा संविधान अम्बेडकर जी की देन है और इस देश की जनता की देन है और हमारी आजादी की लड़ाई की देन है और उनका इस तरह से अपमान हिंदुस्तान नहीं सहेगा. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയവും പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ അരങ്ങേറ്റവുമെല്ലാം വാർത്തകൾ സൃഷ്ടിച്ചു. പക്ഷേ സമ്മേളനം തീരാൻ 2 ദിവസം ബാക്കി നിൽക്കെ ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭരണഘടനാ ശില്പി അംബേദ്കറെ പറ്റി നടത്തിയ പരാമർശം ഇരു സഭകളിലും രാജ്യവ്യാപകമായും പ്രതിഷേധ കൊടുങ്കാറ്റ് തന്നെയാണ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു ഇന്നലെ. അത് ഒരു വേള ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള സംഘർഷവും കയ്യാങ്കളിയും വരെ എത്തി. സംഘർഷത്തിൽ പരിക്കേറ്റ 2 ബി.ജെ.പി എംപിമാർ ആശുപത്രിയിൽ തുടരുകയാണ്. രാഹുൽ ഗാന്ധി ഭരണപക്ഷ എംപിമാരെ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് അനുരാഗ് ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി സംഘം നൽകിയ പരാതിയിൽ ഇന്നലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് രാഹുലിനെതിരെ കേസെടുത്തിരുന്നു. ബി.ജെ.പി അംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സഭാ സമ്മേളനം അവസാനിച്ചെങ്കിലും പുറത്ത് വിഷയം സജീവമാക്കി നിർത്തി പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. ന്യൂസ് മലയാളം, ഡൽഹി.